നമസ്കാരം. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം നേപഥ്യയുടെ കൂടിയാട്ടം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ മത്തവിലാസം കൂടിയാട്ടം ചിട്ടപ്പെടുത്തിയതിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഈ മത്തവിലാസം കൂടിയാട്ടം സ്വതേ കൂടിയാട്ടത്തിൽ ഉള്ളതാണ്. പക്ഷെ അത് ഒരു വഴിപാട് എന്നുള്ള രീതിയിലാണ് ക്ഷേത്രങ്ങളിൽ പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. അത് മത്തവിലാസം എന്നൊക്കെ പറഞ്ഞാലും അതിലെ 2 ശ്ലോകങ്ങൾ മാത്രമാണ്, കപാലിയുടെ 2 ശ്ലോകങ്ങൾ, പിന്നെ സൂത്രധാരൻ്റെ ഒരു പുറപ്പാട്, പിന്നെ അതിൻ്റെ സൂത്രധാരൻ്റെ നിർവഹണമായിട്ട് കുമാരസംഭവം ഉള്ള ഭാഗം, കാളിദാസൻ്റെ കുമാരസംഭവത്തിലെ 2ഉം 3ഉം സർഗങ്ങളിലെ കുറച്ച് ശ്ലോകങ്ങൾ, ഇങ്ങനെ 3 ദിവസമായിട്ടാണ് സാധാരണ രീതിയിൽ മത്തവിലാസം ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ പ്രഹസനം മഹേന്ദ്രവിക്രമവർമ്മൻ്റെയാണ് ഈ പ്രഹസനം. അപ്പം അത് സമ്പൂർണ്ണമായിട്ട് കൂടിയാട്ടമായിട്ട് ചെയ്യണമെന്ന് ശ്രീ ഡേവിഡ് ഷൂൾമാൻ കുറേ കാലമായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നതാണ്. കാരണം അദ്ദേഹം ഒരിക്കൽ ഈ 3 ദിവസത്തെ അവതരണം കാണുകയുണ്ടായി. അത് കണ്ടപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഈ പ്രഹസനം ഒന്ന് മുഴുവൻ കൂടിയാട്ട രൂപത്തിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എനിക്കത്ര തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ പ്രഹസനം വായിച്ചു നോക്കുമ്പോൾ അത് കൂടിയാട്ടത്തിന് പറ്റുമോ, കൂടിയാട്ടത്തിൻ്റെ അരങ്ങിലേക്ക് കൊണ്ടുവന്നാൽ എത്രമാത്രം ഭംഗിയാവും എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം എല്ലാ വർഷവും നിർബന്ധിക്കും, ഞാൻ ആവാം എന്ന് പറഞ്ഞിങ്ങനെ ഒഴിയാ പതിവ്. ഇത് കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ കാലമായി പറയണു, ഇതേവരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് നന്നാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത് കൂടിയാട്ടമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പൊതുവെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുകയുണ്ടായത്. മാത്രമല്ല, ഈ അവതരണത്തിനെ കുറിച്ച് ഫേസ്ബുക്കിലും ഒക്കെ ധാരാളം ആളുകൾ, ശ്രീ TK അച്യുതൻ, അതുപോലെ തോപ്പിൽ ബാബു, അദ്ദേഹം ഒക്കെ വളരെ വിസ്തരിച്ച് എഴുതുന്നുണ്ടായിട്ടുണ്ട്. ഇത് പലരും വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. മാത്രമല്ല, ശ്രീവത്സൻ തീയാടി ഇപ്പോൾ ഇത്തവണ ഇറങ്ങിയ ഭാഷാഭൂഷണിയിൽ കൂടിയാട്ടത്തിൻ്റെ 100 വർഷം എന്നുള്ള വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ടല്ലോ. അതിലും അധികവും നേപഥ്യയിലെ ഈ ഫെസ്റ്റിവലിനെ കുറിച്ചാണ് പറയേണ്ടതായിട്ടുള്ളത്. അപ്പം അങ്ങനെ ധാരാളം ഒരു ശ്രദ്ധ, അത് കണ്ടവരെയും ഇനി കാണാത്തവരിത് വായിച്ചിട്ടും ഒക്കെ ആളുകളുടെ ഒരു ശ്രദ്ധ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്നാൽ ഇതിൻ്റെ ചിട്ടപ്പെടുത്തലിനെ കുറിച്ചൊന്ന് പറയാം എന്ന് നിശ്ചയിച്ചത്. അപ്പോൾ ആദ്യം ഡോക്ടർ കേശവൻ വെളുത്താട്ട് മാഷാണ് അത് മലയാളത്തിലേക്ക് ഒന്ന് തർജ്ജിമ ചെയ്തത്, നിവൃത്തിക്ക് വേണ്ടി തർജ്ജമ ചെയ്ത് തരിക ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് NP ഉണ്ണിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോരാ തോന്നി, എനിക്ക് മലയാളത്തിലും കൂടി ഒന്ന് ആക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ വെളുത്താട്ട് മാഷോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം അത് വേഗം തന്നെ ചെയ്തു തരികയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, PV രാമൂട്ടി മാഷ് ഒരു ബുക്ക് പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം സമാഹരിച്ച് ഇറക്കിയതാണ്. അതും അതിൻ്റെ ഒരു കോപ്പിയും മാഷ് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതും സംഘടിപ്പിച്ചു. അങ്ങനെയാണ് അത് എൻ്റെ തുടക്കം. പക്ഷേ അത് ചെയ്തു വരുമ്പോൾ നിലവിലുള്ള ഭാഗം വൈഷമ്യമൊന്നുമില്ല. കാരണം അത് നിലവിൽ ആട്ടപ്രകാരമുണ്ട്. അതിന് അവതരണ രീതി പലപ്പോഴും കണ്ടിട്ടും ഉണ്ടായിരുന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര വൈഷമ്യം തോന്നിയില്ല. സൂത്രധാരൻ്റെ പുറപ്പാട്, നിർവഹണം, അതുപോലെ കപാലിയുടെ പുറപ്പാട്, അത്രയും ഭാഗം വൈഷമ്യമില്ലാതെ കണ്ട് കഴിക്കാൻ പറ്റും. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ഭാഗം എങ്ങനെ വേണം എന്നുള്ളൊരു ഇത്, കപാലിയുടെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് വളരെ രസകരമായിട്ടുള്ള മദ്യശാലയും
യാഗശാലയും ഒരുപോലെയാണ് എന്നൊക്കെ ഉള്ള ഒരു വർണ്ണന, അതുപോലെ മദ്യശാലയിലെ ആളുകൾ നൃത്തം ചെയ്യണതും പാട്ട് പാടുന്നതും ഒക്കെ അവതരിപ്പിക്കാച്ചാൽ കുറച്ചൊരു ക്ലേശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കൂടിയാട്ടത്തിൻ്റെ ഒരു ഉദാത്തമായ ഒരു അഭിനയ രീതി ഉണ്ട്. പക്ഷെ അതിനങ്ങോട്ട് മുഴുവൻ വഴങ്ങണതാണോ ഇതെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നേപഥ്യയിലെ കലാകാരന്മാർ, നേപഥ്യ രാഹുൽ, അതുപോലെ യദുകൃഷ്ണൻ, അതുപോലെ ശ്രീഹരി, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നത് എങ്ങനെയൊക്കെയാണ് പറ്റുക ഓരോ തവണയും പലതരത്തിൽ ചെയ്തു നോക്കി ആണ് ഈ രീതിയിൽ ആക്കുകയുണ്ടായത്. അപ്പോൾ കൂടിയാട്ടത്തം പോവാതെ കൊണ്ട് വേണം, എന്നാൽ ആളുകൾക്ക് അത് മനസ്സിലാവുകയും വേണം. അതൊരു മദ്യശാലയിലെ നൃത്തമാണല്ലോ, അപ്പോൾ അതിന് പാകത്തിനാവുകയും വേണം. അപ്പോൾ അതിന് പാകത്തിന് ചെയ്തിട്ട് അത് ഭരിച്ചു എന്ന് തോന്നിയത് അത് കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകൻ, അദ്ദേഹം വിദേശത്ത് വന്ന ആണ്. അദ്ദേഹം അത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, പിന്നത്തെ ഒരു ഡിസ്കഷനിൽ ചോദിക്കുകയുണ്ടായി, ഈ കപാലിയുടെ മദ്യശാലയിലെ നൃത്തവും ഈ കപാലിയുടെ നൃത്തവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടായത്. ആ കപാലിയുടെ നൃത്തത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ആണ് ചെയ്യേണ്ടായത്. അപ്പോൾ വിചാരിച്ച തരത്തിൽ തന്നെ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷമായിട്ട് തോന്നി. പിന്നെ PK നാരായണൻ നമ്പ്യാർ, അദ്ദേഹം നമ്പ്യാരാശാൻ മാർഗിക്ക് വേണ്ടിയിട്ട് ഈ ഭാഗം ഒന്ന് ചുരുക്കിയിട്ട് പല സംഭാഷണങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും മാർഗിൽ ചെയ്യേണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ മാർഗിലില്ല, ഞാൻ മാർഗിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് അതവിടെ അവതരിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജ്യേഷ്ഠൻ മാർഗി സജീവ് നാരായണ ചാക്യാർ ഒക്കെയാണ് അതിൽ വേഷം കിട്ടുകയുണ്ടായത്. അത് മാർഗി സതി ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതിൻ്റെ ആട്ടപ്രകാരം ഞാൻ അവിടെ നിന്ന് മാർഗിൽ നിന്ന് മേടിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ ഈ ശാക്യഭിക്ഷുവും അതുപോലെ കപാലിയും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്പ്യാരാശാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ചേർക്കണമല്ലോ. അതുപോലെ സ്ഥാപനയുണ്ട്, അപ്പോൾ സ്ഥാപന വേണം, അപ്പോഴല്ലേ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ സ്ഥാപനം മുതൽ ഭരതവാക്യം വരെ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ കപാലിയുടെ ഭാഗം, ആദ്യ ഭാഗങ്ങൾ, കപാലി ദേവസോമയുള്ള ഭാഗങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ കണ്ടങ്ങനെ ചെയ്തു. പിന്നീട് ഈ ശാക്യഭിക്ഷുവിൻ്റെ ഭാഗം വന്നപ്പോൾ അത് വാക്കായിട്ട് വേണമല്ലോ. ഈ വാക്ക് എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ് കൂടിയാട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. പണ്ട് അത്ര വിഷയമില്ല. അപ്പോൾ അച്ഛൻ്റെയും അല്ലെങ്കിൽ വലിയച്ഛൻ്റെയും ഒക്കെ കാലത്ത് വാക്ക് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ പലപ്പോഴും അത് നമ്മൾ ഈ വാക്ക് പറയുമ്പോൾ അതിൽ പറയുന്ന വിഷയങ്ങൾ പലപ്പോഴും പുതിയ ചിന്താ രീതി അനുസരിച്ച് അത് ശരിയാണോ, ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന അത് അത്തരം ചിന്തകളൊക്കെ വരുമ്പോൾ അത് പറയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്നല്ല കേട്ടോ. ഇപ്പോൾ സ്വതേ നിലവിലുള്ള പുരുഷാർത്ഥമൊക്കെ തന്നെ പറയുമ്പോൾ പുരുഷാർത്ഥമൊന്നും ഇനി ഇന്നത്തെ കാലത്തേക്ക് വേണ്ടതല്ല, അത് പറയാൻ കൊള്ളാത്തതാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് കൂടിയാട്ട കലാകാരന്മാർ എന്ന പലരും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ യുവകലാകാരന്മാരുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതെന്താണ്, അതിൻ്റെ രസികത്വം എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ മനസ്സിലാകാതെ കൊണ്ടാണ് പറയണത്. ഇപ്പോൾ ഈ അടുത്തിടെ ദേശാഭിമാനിയിൽ വന്ന ഒരു ലേഖനത്തിൽ ലീലാവതി ടീച്ചർ പോലും പറയുണ്ടായി, ഹാസ്യം കൂടിയത് കൊണ്ട് ആ വിമർശനം ആ രീതിയിലാവുന്നില്ല എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് ടീച്ചർ അത് ആ രീതിയിൽ അതിനെ സമീപിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. തീർച്ചയായിട്ടും ഒരു വിഭാഗം ആളുകളത് അങ്ങനെ അവരുടെ ഒരു മനസ്സിൻ്റെ ഉയർച്ചയില്ലായ്മ കൊണ്ട് അത് അശ്ലീലമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആസ്വദിക്കുന്നുണ്ടാവാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് വളരെ ഉദാത്തമായ ഒരു തത്വചിന്ത അതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വാക്ക് പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലെന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്? അപ്പോൾ ശാക്യഭിക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം വേഷം തന്നെ എന്താ വേണ്ടതെന്ന് സംശയമാണ്. ഒരു ബുദ്ധൻ സന്യാസിയായിട്ടാണല്ലോ. അപ്പോൾ സ്വതേ കൂടിയാട്ടത്തിൽ ഇതേവരില്ല. ശരിക്ക് മന്ത്രാംഗത്തിൽ രുമണ്വാൻ എന്ന് പറയുന്ന മന്ത്രി ബൗദ്ധനായിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൂടിയാട്ടത്തിൽ ആരെങ്കിലും അത് ഉണ്ടാവാറില്ല. അത്
വസന്തകൻ കേട്ടാടുകയായിട്ടാണ് പതിവ്. അപ്പം എന്ത് വേണം എന്നാലോചിച്ചു. ബുദ്ധസന്യാസിയുടെ ഒരു വേഷം തന്നെ. അപ്പോൾ ഈ ബുദ്ധസന്യാസിമാരുടെ വേഷങ്ങളൊക്കെ നോക്കി അവരുടെ കുറേ ഫോട്ടോസും ഒക്കെ നോക്കിയിട്ടാണ്, എന്നാൽ കൂടിയാട്ടത്തിൻ്റെ സ്വഭാവത്തിലാവുകയും വേണം. അങ്ങനെയാണ് ആ വേഷം ഇവിടെ എല്ലാവരും കൂടെ ശ്രീഹരിയൊക്കെ കൂടെ ചേർന്നിരുന്ന് ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു വേഷം സംവിധാനം ചെയ്തത്. പിന്നെ ഇത് പറച്ചിലാവാം എന്ന് വെച്ചു, കാരണം പ്രാകൃതമാണ്. അപ്പോൾ അതുകൊണ്ട് വിഷമില്ല, പറയാം. കൂടിയാട്ടത്തിൽ വിദൂഷകൻ്റെ ഒരു സ്വഭാവം അതിനുണ്ട്. അപ്പോൾ പ്രാകൃതത്തിൽ പറയാമെന്ന് വെച്ചു. പക്ഷെ കപാലി എന്താ വേണ്ടേ? കപാലിക്ക് സംസ്കൃതമാണ്. അപ്പോൾ സംസ്കൃതത്തിൽ നാടകം ചൊല്ലുമ്പോൾ അത് പറയൽ എങ്ങനെയാണെന്ന് ആലോചിച്ചു. ആദ്യ ഭാഗമൊക്കെ അഭിനയിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ മന്ത്രാംഗത്തിൽ അങ്ങനെ ഒരു പതിവ് ഉണ്ട്. ഈ വസന്തകൻ ചില സമയത്ത് അഭിനയിക്കലുണ്ട്, എന്നാൽ ചില സമയത്ത് പറയൽ, അങ്ങനൊരു പതിവുണ്ട് അതിൽ. ഇപ്പോൾ ചില നിർവഹണമായിട്ടൊക്കെ കാണിക്കുമ്പോൾ അഭിനയിക്കണമൊക്കെ ഉണ്ട്, വിസ്തരിച്ച് അഭിനയിക്കലൊക്കെ ഉണ്ട്, ശ്ലോകം നിങ്ങാരമെ കൊണ്ട് ചൊല്ലിച്ച് അഭിനയിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വൈഷമ്യമില്ലാതെ തോന്നി. പക്ഷെ അപ്പോഴും അത് പ്രാകൃത. വസന്തകൻ പ്രാകൃതത്തിലാണ്, പ്രാകൃതം ചൊല്ലിയിട്ട് അതിൻ്റെ ഛായ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്യണത്. അപ്പം എന്താ വേണ്ടത് ആലോചിച്ചപ്പോഴാണ് നേരത്തെ ചെയ്തിട്ടുള്ള ഈ പ്രതിമാംഗത്തിൽ ഒരു എംബ്രാൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പം അദ്ദേഹത്തിന് സംസ്കൃതമാണ്, പക്ഷേ ക്രമദീപികയിലൊക്കെ മലയാളം പറയാനായിട്ട് ഭാഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു തടസ്സമില്ല തോന്നി. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ പലരുമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു തന്മാഷുമായിട്ട് സംസാരിച്ചിരുന്നു. അതുപോലെ KV വാസവ മാഷ്, അദ്ദേഹം കൂടിയാട്ടമൊക്കെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരു സംസ്കൃത പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ആലോചിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞു, മന്ത്രാംഗം കൂടിയാട്ടത്തിന് പറ്റിയതാണെന്ന് നിശ്ചയില്ല. പക്ഷേ മത്തവിലാസം കൂടിയാട്ടത്തിന് എത്രമാത്രം പറ്റുമെന്ന് നിശ്ചയില്ല. ഉണ്ടെങ്കിൽ തന്നെ വാക്കായിരിക്കും നന്നാവുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ബലത്തിലാണെന്ന് അങ്ങനെ ആവാം. അപ്പോൾ ആദ്യം തീരുമാനിച്ചത് രണ്ടും കൂടെ ആവാം. ഏതായാലും പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ അത് അഭിനയമാണല്ലോ, അപ്പോൾ അതേതായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ ഇദ്ദേഹമായിട്ടുള്ള ബുദ്ധഭിക്ഷുവായിട്ടുള്ള ഭാഗമൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ നാടകത്തിൻ്റെ ഒരു അനുഭവം പ്രേക്ഷകന് കിട്ടാൻ വിഷമമാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം ചെയ്യുക, ദേവസ്വമോട് പറയുന്ന ഭാഗമൊക്കെ സംസ്കൃതത്തിലാക്കാം, അഭിനയിക്കുക, സംസ്കൃതത്തിലല്ല അഭിനയിക്കുക, മുദ്ര കാണിച്ച് അഭിനയിക്കാൻ നിശ്ചയിച്ചു. ഇദ്ദേഹത്തിനോട് ബുദ്ധഭിക്ഷുവിനോട് പറയണതൊക്കെ ഭാഷയിലും ആവാം നിശ്ചയിച്ചു. അങ്ങനെ കുറച്ച് ചൊല്ലിയാട്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴും ചില ദിക്കിൽ വിഷമമുണ്ട്. കാരണം ഇവർ തമ്മിലുള്ള സംഭാഷണ ഇടയിൽ ഈ ദേവസ്വമോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അഭിനയിച്ചാൽ മതിയാവില്ല. അപ്പോൾ തീരുമാനിച്ചു, എന്നാൽ വേണ്ട, അതൊക്കെ ആവാം, അഭിനയം തന്നെ വേണ്ട, അതും വാക്ക് തന്നെ ആക്കുക നിശ്ചയിച്ചു. മാത്രമല്ല, എന്നാൽ ചില ഭാഗങ്ങൾ ഇയാൾക്ക് ഈ കപാലപാത്രം കിട്ടിക്കഴിയുമ്പോൾ കപാലപാത്രത്തിനോട് ആത്മഗതമായിട്ട് പറയുന്ന ആ പാത്രമായിട്ടുള്ളൊരു ബന്ധം ഉള്ള ഒരു ഭാഗമുണ്ട്. അത് പറയല്ല, അഭിനയിക്കുക തന്നെയാണ് നല്ലത് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് വിസ്തരിച്ച് അഭിനയിക്കുക ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ കപാലിയെ കൊണ്ടുവരികയുണ്ടായത്. വളരെ ക്ലേശം ഉണ്ടായിരുന്നു അതിന്. അത് ഭംഗിയാക്കുക എന്നുള്ളത് അവസാന നിമിഷം വരെ ഇത് നേരെയാവുമോ എന്നുള്ള പേടിയിൽ തന്നെയാണ് ചെയ്യേണ്ടായത്. പിന്നെ അതൊരു പാശുപതൻ്റെ ഭാഗമുണ്ട്. അപ്പം അതും അഭിനയമായിട്ട്, കാരണം പാശുപതൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അഭിനയിക്കാനുള്ള ഭാഗ്യമൊന്നും അതിലില്ല. ഒരു ശ്ലോകം മാത്രം, ഈ ഉന്മത്തകൻ്റെ ഒരു വരവ് വർണ്ണിക്കുന്ന ഒരു ശ്ലോകം മാത്രമേ വിസ്തരിച്ച് അഭിനയിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവസാനം രണ്ടുപേരെയും അനുഗ്രഹിക്കലുണ്ട്, നിങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ അങ്ങനെ എല്ലാ കാലവും നിലനിൽക്കട്ടെ എന്ന് കപാലിയും ഈ ബുദ്ധഭിക്ഷുവിനെയും. അത് അർജുനനും കിരാതമൂർത്തിയും ചെയ്തുള്ള യുദ്ധം പോലെ എന്നൊരു പറയലുണ്ട്. അപ്പോൾ അവിടെ ഒരു കിരാതത്തിൻ്റെ ഭാഗം അഭിനയിക്കാൻ കുറച്ച് അതിൽ അഭിനയിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടത് അഭിനയം തന്നെയായിട്ടാണ് ചെയ്യേണ്ടായത്. പിന്നെ ഇതിൽ ആ ഭ്രാന്തൻ്റെ ഉന്മത്തകൻ്റെ ഒരു വേഷമുണ്ട്. ഉന്മത്തകൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. പക്ഷെ അതിൻ്റെ നാടകം വായിച്ചാൽ നമുക്കത് അത്രയൊന്നും പ്രധാനമുള്ളതാണെന്ന് തോന്നില്ല. ഒരു നേരം പോക്ക് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കൊന്നും തോന്നില്ല. പക്ഷേ ഈ വാസവമാഷുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധമുണ്ട്, ഈ
ഉന്മത്തകനെ കുറിച്ച്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് തോന്നി. കാരണം ഈ ഉന്മത്തകൻ എന്ന് പറയുന്നത് ഒരു ജീവൻ മുക്തനാണെന്നും അദ്ദേഹം ഈ കപാലി എന്ന് പറയുന്ന കപാലം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേഗം കർമ്മഠനായിട്ടുള്ള ഒരാൾ, ഈ കർമ്മം മാത്രം ആണ് പ്രധാനം എന്നുള്ള വിചാരത്തിൽ കർമ്മം മാത്രം ചെയ്യുക, അതിൻ്റെ താല്പര്യം മനസ്സിലാക്കാതെ കൊണ്ട് ചെയ്യണതാണ്. അപ്പോൾ ആ കപാലിക്ക് അത് തിരിച്ചു കൊടുക്കലാണ്, യഥാർത്ഥ ജ്ഞാനം തിരിച്ചു കൊടുക്കലാണ് ഈ കപാലം കൊടുക്കുന്നതിലൂടെ എന്നുള്ള രീതിയിൽ മാഷിൻ്റെ ഒരു പ്രബന്ധം ഉണ്ടായി. അത് മാഷ് തരികയുണ്ടായി വായിക്കാനായിട്ട്. അപ്പോഴാണ് അതിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ആഴുണ്ട് തോന്നിയത് ആ കഥാപാത്രത്തിന്. ഒരുപക്ഷെ നാടകൃത്ത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കഥാപാത്രത്തിനെ കൊടുന്നുണ്ടെന്ന് തോന്നുന്നു. ഭ്രാന്തൻ്റെ വേഷത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല, കാരണം മന്ത്രാംഗത്തിൽ സ്വതേ ഉള്ളതാണ്, ആ യോധരായൻ്റെ വേഷമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണ് ഇത് ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നത്. അപ്പോൾ പലപ്പോഴും ഈ നാടകം വായിച്ചാൽ നമുക്ക് കുറേ സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ കപാലത്തിൻ്റെ നിറം പറയുന്നിടത്ത് ആ നാടകം വായിച്ച് നോക്കുമ്പോൾ അതിൽ ഇവർ തമ്മിൽ വാദിക്കുകയാണ്. കപാലി പറയുന്നത് എൻ്റെ കപാലപാത്രമാണ്, താൻ മോഷ്ടിച്ചതാണെന്ന് പറയുന്നു. മറ്റേ ആൾ പറയുന്നത് അല്ലാതെ ഞാൻ എറിഞ്ഞു നടക്കുന്ന ഒരു പാത്രമാണ് അത് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ വർണ്ണം പറയുന്നിടത്ത് പറയുന്നുണ്ട് തൻ്റെ ഈ കപാലത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നിറം എന്താ ചോദിക്കുമ്പോൾ പറഞ്ഞു സംശയം എന്താ, അത് കാക്കയേക്കാൾ കറുത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ചോദിക്കും, അപ്പോൾ അത് തൻ്റെ അല്ല എൻ്റെ ആണെന്ന് ഉറപ്പിച്ചില്ലേ? കാരണം തൻ്റെ പാത്രം വെളുത്തതാണല്ലോ, അത് പറയുന്നുണ്ട്. പിന്നീട് നാടകത്തിൽ പിന്നീട് വരുന്ന ഭാഗത്ത് ദേവസ്വാമിയുടെ ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, ചന്ദ്രൻ്റെ പോലെ മനോഹരായിരുന്നു ഈ വിദ്വാൻ്റെ കൂടെ കൂടിയപ്പോൾ അത് പദ്യമല്ലാതെ കണ്ടായി തീർന്നൊരു വാക്യമുണ്ട്. അപ്പോൾ വെളുത്തതാണെന്ന് അതിൽ സ്പഷ്ടമാണ്. അപ്പോൾ അത് കറുത്തതായതുകൊണ്ട് തൻ്റെ അല്ല എന്ന് പറയുമ്പോൾ അതിന് കപാലിയുടെ മറുപടി ഇത് തൻ്റെ അല്ല, കാരണം ഈ പാത്രം ബാക്കിയൊക്കെ തൻ്റെ കഷായ, അപ്പോൾ പിന്നെ പാത്രം മാത്രമായിട്ട് കറുത്തതാവുമോ, അങ്ങനെയാണ് ഈ കഷായ ആവണ്ടേ നിറം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഇതെന്താണ് അങ്ങനെ പറയണതിൻ്റെ ഉദ്ദേശം എന്നൊന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല. അത് അതിൻ്റെ ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കുമ്പോൾ അവരും അങ്ങനെ തന്നെ ആ പദത്തിൻ്റെ അർത്ഥം പറഞ്ഞു പോകുന്നതല്ലാതെ അതിൻ്റെ വ്യക്തത ഒന്നും, രണ്ട് ബുക്ക് നോക്കിയിട്ടില്ല. മാഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും മാഷോട് ചോദിച്ചപ്പോൾ മാഷ്ക്കും വ്യക്തമായിട്ട് ഉത്തരം ഇല്ല അത് ഒരു മാഷ്ക്ക്. പിന്നെ വാസവ മാഷോട് ചോദിച്ചപ്പോൾ മാഷാണ് അതിനൊരു യുക്തി പറഞ്ഞത്, ഈ രീതിയിലാണ് അതിനെ ബന്ധിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിൽ മാഷ് പറഞ്ഞപ്പോഴാണ് അത് ഒരു വ്യക്തത ആയത്. ഈ ആ പാത്രത്തിൻ്റെ വർണ്ണത്തിനെ കുറിച്ചുള്ളൊരു സംശയം. അപ്പം ഇങ്ങനെ പല ഭാഗങ്ങളിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചിട്ടാണ് അത് ചെയ്തത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കെ.ജി. പൗലോസ് മാഷ് അദ്ദേഹം പറഞ്ഞത് വളരെ ഗംഭീരമായിട്ടുള്ള അവതരണമാണ്. ഇത് നമുക്ക് ഇന്നിവിടെ ഈ 5-6 ദിവസം എന്നുള്ളത് പ്രായോഗികമാവുമെന്ന് നിശ്ചയമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസമായിട്ട് ചുരുക്കി ഇത് അവതരിപ്പിക്കുകയാണെങ്കിൽ ധാരാളം സാധ്യതകളുണ്ട്. മലയാളം പറഞ്ഞാൽ പോലും അതിൽ മലയാളം അറിയാത്ത ആളുകൾക്ക് പോലും അതിൽ ആ നാടകത്തിൻ്റെ ഒരു ഇതുകൊണ്ട് അത് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒരു ശ്രമം നടത്തേണ്ടതെന്നൊക്കെ പറയുകയുണ്ടായി. അത്തരം ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഒട്ടും നന്നാവില്ല, ഷോൾമാൻ്റെ നിർബന്ധം കൊണ്ട് ചെയ്യുക എന്നുള്ള രീതി തുടങ്ങിയതാണെങ്കിലും അതൊരു വിധം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല കണ്ട ആളുകളൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയേണ്ടായത്. അത് മലയാളികളായിട്ടുള്ള പ്രേക്ഷകരായാലും മലയാളം അറിയാത്ത വൈദേശികരായിട്ടുള്ള പ്രേക്ഷകരും ഒക്കെ തന്നെ വളരെ വലിയ അഭിപ്രായമാണ് പറയേണ്ടായത്. അത് നേപഥ്യയുടെ യൂട്യൂബ് ചാനലിൽ അത് കിടക്കുന്നുണ്ട്, താല്പര്യമുള്ള ആളുകളൊക്കെ അത് കാണാം. എന്തായാലും മത്തവിലാസം കൂടിയാട്ടത്തിന് ചേരും എന്ന് ഉള്ളൊരു തിരിച്ചറിവ് അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായി. എനിക്ക് തോന്നുന്നു അങ്ങനെ ഏത് സംസ്കൃത നാടകവും അല്ലെങ്കിൽ ഏത് സംസ്കൃത രൂപകവും കൂടിയാട്ടത്തിന് വഴങ്ങും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ബാണം ഒരിക്കൽ ചെയ്യേണ്ടായി, രസസദനം ബാണമൊന്നും അങ്ങനെ കൂടിയാട്ടത്തിൽ പതിവുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിലൊരു ഭാഗം ചെയ്യേണ്ടായി. അപ്പോഴും ഈ വൈഷമ്യമൊന്നും തോന്നിയില്ല, കൂടിയാട്ടത്തിന് പറ്റും. അപ്പോൾ ഏത് രൂപവും കൂടിയാട്ടത്തിന് പറ്റുന്നതാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഈ ഒരു വിവരം അതായത് കൂടിയാട്ടത്തിലെ ഭാഷ, അതായത് മലയാളം ഉപയോഗിക്കുക എന്നുള്ളത് ആവശ്യമില്ലാത്തതാണെന്നൊരു തോന്നൽ എങ്ങനെയൊക്കെയോ ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ അഭിനയത്തിന് വല്ലാത്ത പ്രാധാന്യം വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മലയാളികളല്ലാത്ത ആളുകളുടെ മുമ്പിലാണ് കൂടിയാട്ടത്തിൻ്റെ അധികം അവതരണങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട്
വിദൂഷകൻ്റെ പ്രാധാന്യം ദിനംപ്രതി കുറഞ്ഞു വരികയാണ്. പക്ഷേ അതൊരു വലിയൊരു ശേഖരമാണ് നമുക്കുള്ളത്. കൂടിയാട്ടത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ 2 ഭാഗമാണ് വാക്കും അഭിനയവും എന്നുള്ളത്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീരെ ഇല്ലാതെകണ്ടായിത്തീരും. അതിൻ്റെ ഒരു ആഴവും പരപ്പും അതിൻ്റെ ഒരു രസികത്വം, ഈ രസികത്വം എന്ന് പറയുന്നതാണല്ലോ പ്രധാനം, അത് നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ അതുകൊണ്ട് അത് പോവാണ്ടിരിക്കണം എന്നൊരു മോഹമുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു ചുവടുകൂടിയായി ഇതിലെ ഈ ഭക്തവിലാസത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ചിട്ടപ്പെടുത്തലെന്ന് തോന്നുന്നു. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ കാണുക, താല്പര്യമുള്ള ആളുകളൊക്കെ നേപഥ്യയുടെ യൂട്യൂബ് ചാനൽ കാണുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ അവതരണങ്ങൾക്ക് അതൊക്കെ ഒരു സഹായകരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് കണ്ടിട്ട് അറിയിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.